മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കുറേശ്ശെ പൈസ കളക്ട് ചെയ്ത് ഒരു വലിയ പൂൾ ഓഫ് ഫണ്ട് ഉണ്ടാക്കും. ഈ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ഡൈവേഴ്സിഫൈഡ് ആണ് ആൻഡ് ഓൾസോ ഐഡിയൽ ഫോർ ബിഗിനേഴ്സ് ആണ്. ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഈ ഒരു കാര്യം. എന്നാൽ ഞാനൊന്ന് വേഗം പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്? ഈ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റഡ് ആവുന്നത് സ്റ്റോക്കുകളിലായിരിക്കും, അല്ലെ? അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതായത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെറിയ റിസ്ക് ഉള്ളതാണ്. പക്ഷെ നിങ്ങളല്ലല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫണ്ട് മാനേജറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കാതിരിക്കാം. ഇനി രണ്ടാമതാണ് എന്ത്? ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് കുറഞ്ഞ ഒന്നാണ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോണ്ടുകളിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം പ്ലാനുകളിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ വളരെ ലോവർ റിസ്ക് ആണ്. ആ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ അവിടെ റിട്ടേൺസ് കുറവായിരിക്കും. ഇനി അടുത്താണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആണ്. അതെന്താണ്? അതായത് മിക്സഡ് ആണ്. ഫിക്സഡ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയേണ്ട, അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും ഒരുമിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കുറച്ച് പൈസ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യും, കുറച്ച് പൈസ നിങ്ങളുടെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക്. അപ്പം നമ്മളെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയി നിൽക്കുന്നതാണ്. അതായത് ഓവർ റിസ്ക്കും അല്ല, എന്നാൽ റിസ്ക് കുറവുമല്ല. അങ്ങനെ ഒരു ഫണ്ടാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇൻഡെക്സ് ഫണ്ട്സ് ഓർ ETF ഫണ്ട്സ് ആണ്. അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസിനെ, നിഫ്റ്റി സെൻസെക്സിനൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ETF ഫണ്ട്. ETF ഫണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിഫ്റ്റി ബീസ്, IT ബീസ്, അങ്ങനെയുള്ള ബാങ്ക് ബീസ്, അങ്ങനെയുള്ള ബീസുകളെല്ലാം ETF ഫണ്ടുകളിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടി റിസ്ക് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറവാണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, നിഫ്റ്റി ബീസ് എന്താണെന്നുള്ളത്. ഓക്കെ, അതാണ് ഇൻഡെക്സ് ഫണ്ടുകൾ, അതായത് ETF എന്ന് പറയുന്നത്. ഇനി അടുത്തത് ELSS ആണ്. അത് നമുക്കറിയാം, ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടാണ്. 18C അണ്ടറിൽ വരുന്ന ഒന്നാണ്. അത് ലോക്കിംഗ് പീരീഡ് ആണ്. 3 വർഷം കഴിഞ്ഞിട്ട് മാത്രമാണ് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഗോൾ അനുസരിച്ച്, നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സേഫ്റ്റി അനുസരിച്ച്, നിങ്ങളുടെ ടാക്സ് സേവിംഗ് അനുസരിച്ച് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടോ നിങ്ങൾക്ക് എടുക്കാം. ഇക്വിറ്റി കുറച്ചുകൂടി റിസ്ക്കിയാണ്. അത് ഇപ്പം ഞാനായതുകൊണ്ടാണ് ഇക്വിറ്റി പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റിസ്ക് കുറഞ്ഞ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി 2 തരം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP. SIP എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു കൊടുക്കൽ എല്ലാ ദിവസവും ഒരു 10 രൂപ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവിടെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നത് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മാസമോ എല്ലാ ആഴ്ചയോ 1000 രൂപയോ 5000 രൂപയോ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ SIP, അതായത് സിസ്റ്റമാറ്റിക് പ്ലാൻ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ലപ്സം. എന്താണ് ലപ്സം? അതായത് ലപ്സത്തിൽ ഇങ്ങനെ 1000, 10000 അല്ലെങ്കിൽ 1000, 5000 വെച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയുണ്ട്, അതൊന്നിച്ച് നമ്മൾ ലപ്സം ഫണ്ടായിട്ട്, വലിയൊരു ഹ്യൂജ് ഫണ്ടായിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നതിനാണ് ലപ്സം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIPയിൽ എല്ലാ മാസവും നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ആണ് ഇടേണ്ടത്. പിന്നെ സാലറീഡ് പീപ്പിൾ ആണ്, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് SIP ആണ് ഇടുന്നത്. കാരണം വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ എടുക്കാനില്ല. പിന്നെ 100 രൂപ വെച്ച് വരെ നിങ്ങൾക്ക് SIP തുടങ്ങാം. വലിയ ഹ്യൂജ് ഫണ്ട് വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ഫണ്ട്, അല്ലേ, പല തുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയുന്ന പോലെ വളരെ ചെറിയ ഫണ്ടിൽ നിങ്ങൾക്ക് SIPs സ്റ്റാർട്ട് ചെയ്യാം. ലപ്സം ആണെങ്കിലോ ഒരു വലിയ 1 ടൈം ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആദ്യം തന്നെ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇടുകയാണ്. പിന്നെ വലിയ പൈസ, അതായത് ഒരുപാട് പൈസ കയ്യിലുള്ളവർക്ക് ലപ്സമാണ് എപ്പോഴും നല്ലത്. ആൻഡ് SIP ആണ് ഏറ്റവും ബെസ്റ്റ് വേ. കാരണം എല്ലാവരും മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യാനായിട്ട്, അതായത് എല്ലാ ദിവസവും സാലറിയുടെ ആളുകളൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് കൂടുതൽ പ്രിഫർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഹ്യൂജ് മണി ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ വലിയൊരു പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് നമ്മൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്കത് എടുക്കേണ്ട ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം? ഇപ്പോൾ നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാവും. അതായത് KYC കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു പാൻ കാർഡ്, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് KYC ചെയ്യണം. അത് ഓൺലൈനിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ചെയ്യാം. ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ് AMC വെബ്സൈറ്റ് വഴി, അതായത് SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ
നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്, അതായത് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടുകളിലും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ചെയ്യാനാണ് പോസിബിൾ ആണ്. പ്രത്യേകിച്ച് ഗ്രോയിലൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. സെറോദയിൽ ചെയ്യാം. പക്ഷേ സെറോദ കൈറ്റിലല്ല, സെറോദ കോയിൻ എന്ന് പറയുന്ന വേറൊരു ആപ്ലിക്കേഷൻ ആണുള്ളത്. ഞാനൊക്കെ അതിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേടിഎം മണിയൊക്കെ ഈ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ട്രേഡിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമുള്ള മ്യൂച്വൽ ഫണ്ട് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കറസ്പോണ്ടിങ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങളെ അവർ ഇത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കെടുത്ത് നോക്കുക ചെയ്യാം. പക്ഷേ ശരിക്കും അത് റോങ് മെത്തേഡാണ്. ഇടയ്ക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ നഷ്ടമൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിഷമിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തികച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് നോക്കണ്ട, ബാങ്ക് വഴിയോ ഡിമാറ്റ് അക്കൗണ്ട് വഴിയൊക്കെ ചെയ്യാം. പിന്നെ കോമൺ ആയിട്ട് പലരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളോട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് മാത്രം നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം പുതിയതായിട്ട് വരുന്ന SIPs ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന SIPs ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴെയാണെന്ന് വിചാരിച്ച് ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്യരുത്. പലരും റീസെൻ്റ്ലി ചെയ്തിരിക്കുന്ന മിസ്റ്റേക്കുകളായിരിക്കും ഇത്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഈ ഫണ്ടുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് നോക്കാം എന്നുള്ളത്. ഇനി നിങ്ങളുടെ ഏജ് അനുസരിച്ച് വേണം നിങ്ങൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എടുക്കുന്ന റിസ്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട്, നിങ്ങൾ എന്തിനാണ് മ്യൂച്വൽ ഫണ്ട് ചേരുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. അത് തന്നെ ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവിലാണ് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ചേരുന്നത്, അതായത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ അത്രയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നുള്ളൂ എങ്കിൽ 1 to 3 years ആണ് നിങ്ങളുടെ ഒരു പീരീഡ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രാവലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും ആ ഫണ്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ട്രിപ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്, കോമൺ ആയിട്ട് ഫ്രണ്ട്സൊക്കെ കൂടി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് ബൈ ചെയ്യാനായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ക്യാമറമാനാണെങ്കിൽ ക്യാമറ എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹത്തോട് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഫണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി മീഡിയം ടൈം, അതായത് നിങ്ങളൊരു 3 to 5 years വരെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാർ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ, അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യും. അതായത് 3 to 5 years വരെ നിങ്ങൾക്ക് അവിടെ സമയമുണ്ട്. മറ്റേത് സമയമില്ല. അപ്പോൾ 1 to 3 yearsനുള്ളിൽ ഇത് കൂടോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. പക്ഷേ ഡെപ്റ്റൊക്കെ ആണെങ്കിൽ ഒരു ഗ്രാജുവലി ആ ഒരു ഗ്രോത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ധൈര്യമായിട്ട് ഇടാം. അതുകൊണ്ട് തന്നെ അവിടെ കുറവ് റിട്ടേൺ ആയിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾ ലോങ് ടൈമിലേക്കാണ്, അതായത് നിങ്ങൾ ജോലിയൊക്കെ നിർത്തി റിട്ടയർഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ വളർന്ന് വലുതായി അവർ മെഡിസിൻ എഞ്ചിനീയറിംഗ് വഴിയൊക്കെ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ എപ്പോഴും നല്ലത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ELSS ആണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അനുസരിച്ച് നിങ്ങളുടെ SIP ഏത് ചൂസ് ചെയ്യണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. എപ്പോഴും 100 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു 1000, 5000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചിലരൊക്കെ ഉണ്ട്, എനിക്ക് വീടിൻ്റെ ലോണുണ്ട്, കാറിൻ്റെ ലോണുണ്ട്, ഇനി SIP തുടങ്ങാൻ എൻ്റെ പൈസ ഇല്ല, ഈ ലോണൊക്കെ തീരട്ടെ എന്നിട്ട് ഞാൻ വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം. അങ്ങനെ ചിന്തിക്കുന്നത് തികച്ചും മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഈ ലോണൊക്കെ അടച്ചു തീരുമ്പോഴേക്കും ഏകദേശം വലിയ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരുന്നെങ്കിൽ 1000 രൂപ മാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന പൈസയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയം പോയിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ 40-50 വയസ്സിലേക്കായിരിക്കും മ്യൂച്വൽ ഫണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ബെനിഫിറ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടില്ല. അപ്പോൾ 1000 രൂപയാണെങ്കിൽ ചിലപ്പോൾ 5000 രൂപ നിങ്ങൾക്ക് ഇടാനില്ലെങ്കിൽ 1000 രൂപയെങ്കിലും അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫണ്ടിൽ ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഇക്വിറ്റി ആണ്. ലാർജ് ക്യാപ്പ് ഇക്വിറ്റി നിങ്ങൾക്കറിയാം, വലിയ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ മാത്രമാണ്. ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളാണ് അതിൽ. ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഇക്വിറ്റി ഫണ്ടിൽ ICICI Prudential ബ്ലൂ ചിപ്പ് ഫണ്ട് അവരുടെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസും അതുപോലെ ലോ എക്സ്പെൻസ് റേഷ്യോ ഒക്കെ നോക്കുമ്പോൾ ICICI Prudential ബ്ലൂ ചിപ്പ് ഫണ്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ പരിപരക് ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് കോൺ മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ റീസെൻ്റ്ലി നല്ലൊരു CAGR, അതായത് നല്ലൊരു ഗ്രോത്ത് കാണിച്ചിരുന്നു, കോണ്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നല്ല മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ വീഡിയോസൊക്കെ റീലായിട്ട് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിനി Zerodha കോയിനിൽ എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാമെന്ന് നോക്കാം.